പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങളും സൈനിക ഏറ്റുമുട്ടലുകളും ശക്തമായി തുടരുന്നതിനിടെ സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ നിർണായകമായ സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. മക്കയിൽ നടന്ന ചടങ്ങിലാണ് മൂന്ന് രാജ്യങ്ങളും പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ധാരണയിലെത്തിയത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മക്ക സംയുക്ത പ്രതിരോധ കരാർ എന്നാണ് കരാർ അറിയപ്പെടുന്നത്. മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കുക, രഹസ്യവിവരങ്ങൾ പരസ്പരം കൈമാറുക, സൈനിക പരിശീലനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യവസ്ഥ മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ സായുധ ആക്രമണം മൂന്ന് രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നതാണ്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏതു തരത്തിലുള്ള ആക്രമണങ്ങളെയും ഭീഷണികളെയും സംയുക്തമായി നേരിടുന്നതിനുള്ള സംവിധാനമാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. അതായത് സൗദി അറേബ്യക്കെതിരെ ആക്രമണമുണ്ടായാൽ അതിനെ സൗദിക്കെതിരായ ആക്രമണം മാത്രമായി കാണാതെ തുർക്കിക്കും പാകിസ്ഥാനും നേരെയുള്ള ആക്രമണമായി കണക്കാക്കാൻ കഴിയുന്ന തരത്തിലാണ് പ്രതിരോധ ധാരണ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തുർക്കിക്കോ പാകിസ്ഥാനോ എതിരെ സൈനിക ആക്രമണം ഉണ്ടായാലും മറ്റു രണ്ട് രാജ്യങ്ങൾ പ്രതികരണത്തിൽ പങ്കാളികളാകാനുള്ള സാധ്യതയെന്നാണ് കരാർ നൽകുന്നത്. മൂന്ന് രാജ്യങ്ങളും രഹസ്യവിവര കൈമാറ്റം, സൈനിക പരിശീലനം, പ്രതിരോധ സാങ്കേതിക വിദ്യ, സൈനിക ആസൂത്രണം, സംയുക്താഭ്യാസങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തും. കരാറിന്റെ ഭാഗമായി ഭാവിയിൽ കൂടുതൽ സംയുക്ത സൈനിക പരിശീലനങ്ങളും കടൽ, വ്യോമ, കരസേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനവും വർദ്ധിക്കാനിടയുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യങ്ങൾ രൂക്ഷമാവുകയും വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സംഘർഷങ്ങളുടെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രതിരോധ കരാർ നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന് മേഖലാതലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. സൗദി അറേബ്യ ഗൾഫ് മേഖലയിലെ പ്രധാന സാമ്പത്തിക ശക്തിയാണ്. വലിയ എണ്ണ സമ്പത്തും സാമ്പത്തിക ശേഷിയും കൂടാതെ മേഖലയിൽ നിർണായക രാഷ്ട്രീയ സ്വാധീനവും സൗദിക്കുണ്ട്. തുർക്കിക്ക് ശക്തമായ സൈനിക ശേഷിയുണ്ട്. വടക്കൻ അറ്റ്ലാന്റിക് സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായാണ് തുർക്കിയെ പൊതുവെ കണക്കാക്കുന്നത്. പാകിസ്ഥാൻ ആകട്ടെ ആണവായുധ ശേഷിയുള്ള പ്രധാന മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. ഈ മൂന്ന് രാജ്യങ്ങളുടെ സൈനിക ശേഷികളും സാമ്പത്തിക സ്വാധീനവും രാഷ്ട്രീയ ബന്ധങ്ങളും ഒരുമിച്ച് വരുന്നത് പശ്ചിമേഷ്യയിലും ദക്ഷിണേഷ്യയിലും പുതിയ തന്ത്രപരമായ സമവാക്യങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പുതിയ കരാറിനെ ഇന്ത്യയും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള അടുത്തുവരുന്ന പ്രതിരോധ ബന്ധവും കരാറിന്റെ ഭാഗമായുള്ള സൈനിക സഹകരണവും ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് തുർക്കി പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളുടെ സമയത്തും തുർക്കിയുടെ നിലപാട് ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിനാൽ സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്നുള്ള പുതിയ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾ ഇന്ത്യ വിലയിരുത്തുകയാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ പ്രായോഗികമായി എങ്ങനെയാണ് നടപ്പാക്കുന്നത്, സൈനിക സഹകരണം എത്രത്തോളം വ്യാപിക്കുന്നു, മറ്റു രാജ്യങ്ങൾ ഇതിൽ പങ്കുചേരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാകും ഇന്ത്യ പ്രധാനമായും നിരീക്ഷിക്കുക. പുതിയ പ്രതിരോധ സഖ്യത്തെ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളും ഗൗരവത്തോടെ കാണുന്നു. പശ്ചിമേഷ്യയിലെ നിലവിലെ സൈനിക സംഘർഷങ്ങൾക്കിടയിൽ സൗദി അറേബ്യ പോലുള്ള നിർണായക രാജ്യവും തുർക്കി പോലുള്ള ശക്തമായ സൈനിക രാജ്യവും പാകിസ്ഥാൻ പോലുള്ള ആണവശക്തിയും ഒരുമിച്ച് പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നത് മേഖലയുടെ സുരക്ഷാ സമവാക്യങ്ങളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. കരാറിൽ ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കാളികളാകാനുള്ള സാധ്യതയും റിപ്പോർട്ടുകളിലുണ്ട്. ഗൾഫ് സഹകരണ കൌൺസിലിന്റെ അംഗരാജ്യങ്ങളായ ഖത്തറും കുവൈറ്റും പുതിയ സംവിധാനത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങൾ ഔദ്യോഗികമായി കരാറിന്റെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ നേരത്തെ തന്നെ ശക്തമായ പ്രതിരോധ സഹകരണമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മുൻകാല ധാരണകളുടെ ഭാഗമായി പാകിസ്ഥാൻ സൈനികർ സൗദി അറേബ്യയിൽ പരിശീലനവും വിവിധ സൈനിക ചുമതലകളും നിർവഹിച്ചു വരുന്നുണ്ട്. പുതിയ കരാറിലൂടെ സഹകരണം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. തുർക്കി സൈന്യത്തിനും സൗദിയിൽ പരിശീലനത്തിനും സംയുക്ത സൈനിക പ്രവർത്തനങ്ങൾക്കുമായി കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കാം. അതേസമയം സൗദി സൈനികർ പാകിസ്ഥാനിലും തുർക്കിയിലും പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും ശക്തമാകുന്നു. കടൽ സുരക്ഷ, യുദ്ധക്കപ്പൽ പ്രവർത്തനം, വ്യോമസേനാ പരിശീലനം, ആളില്ലാ വിമാനങ്ങളുടെ ഉപയോഗം തുടങ്ങിയ മേഖലകളിലും മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിക്കാനിടയുണ്ട്. തുർക്കിയും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശ്രദ്ധേയമായി വളർന്നിട്ടുണ്ട്. തുർക്കിയിൽ നിന്ന് ആളില്ലാ യുദ്ധവിമാനങ്ങളും മറ്റു പ്രതിരോധ സംവിധാനങ്ങളും സ്വന്തമാക്കുന്നതിനുള്ള കരാറിൽ സൗദി അറേബ്യ ഒപ്പുവച്ചിരുന്നു. 2023 ഒപ്പുവെച്ച ഈ പ്രതിരോധ ഇടപാടിനെ തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധ കരാറുകളിൽ ഒന്നായി വിശേഷിപ്പിച്ചിരുന്നു. തുർക്കിയുടെ ആളില്ലാ വിമാന സാങ്കേതിക വിദ്യയ്ക്ക് ആഗോളതലത്തിൽ ലഭിച്ച ശ്രദ്ധയും സൗദിയുടെ വർദ്ധിച്ചുവരുന്ന പ്രതിരോധ ആവശ്യകതകളും ഇരു രാജ്യങ്ങളുടെയും സൈനിക ബന്ധം ശക്തമാക്കുന്നതിൽ സഹായകമായി. പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം നിലവിലുണ്ട്. യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, സൈനിക പരിശീലനം, പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചു വരുന്നു. പുതിയ സംയുക്ത പ്രതിരോധ കരാറോടെ ഈ സഹകരണത്തിന്റെ ഒരു ഭാഗം സൗദി അറേബ്യയിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. കരാർ ഒപ്പുവെച്ചതുകൊണ്ട് മാത്രം മൂന്ന് രാജ്യങ്ങളും ഉടൻ ഒരു ഏകീകൃത സൈനിക സഖ്യമായി മാറുമെന്ന് പറയാനാകില്ല. എന്നാൽ ഒരു രാജ്യത്തിനെതിരായ ആക്രമണം മറ്റു രാജ്യങ്ങളെയും ബാധിക്കുന്നതായി കണക്കാക്കുന്ന തരത്തിലുള്ള പ്രതിരോധ പ്രതിബദ്ധതയാണ് കരാറിന്റെ പ്രധാന സവിശേഷത. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷ പശ്ചാത്തലത്തിൽ കരാറിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നു. ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങൾ ഇതിന്റെ
ഭാഗമാവുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലെയും പശ്ചിമേഷ്യയിലെയും സൈനിക ശക്തി സമവാക്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാം. സൗദി അറേബ്യയുടെ സാമ്പത്തിക ശക്തി, തുർക്കിയുടെ സൈനിക ശേഷി, പാകിസ്ഥാന്റെ ആണവ പ്രതിരോധ ശേഷി എന്നിവ ഒരേ സംവിധാനത്തിൽ ഏകോപിപ്പിക്കപ്പെടുന്നത് തന്നെയാണ് പുതിയ കരാറിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. അതിനാൽ കരാറിന്റെ തുടർ നടപടികളും സംയുക്ത സൈനിക പ്രവർത്തനങ്ങളും പുതിയ രാജ്യങ്ങളുടെ പങ്കാളിത്തവും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.